പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വിഷയം വീണ്ടും സഭയിൽ ചർച്ചയാക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തിന് സ്പീക്കർ എൻ ഷംസീർ എന്ന് തടയിടുന്നതാണ് നമ്മൾ നിയമസഭയിൽ കണ്ടത്. പയ്യന്നൂരിലെ CPM പ്രതിഷേധത്തിൽ പരോൾ തടവുകാരനായ കൗൺസിൽ പങ്കെടുത്തത് പരോൾ ചട്ട ലംഘനമെന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ അംഗീകരിച്ചതേയില്ല. പര്യാപ്തമല്ലാത്ത വിഷയം എന്തായാലും സ്പീക്കർ നിലപാട്. സർക്കാരിന് സൗകര്യമില്ലാത്ത വിഷയം സഭ ചർച്ച ചെയ്യില്ല എന്ന് സ്പീക്കർക്ക് പ്രതിപക്ഷത്തിന്റെ വിമർശനമുണ്ടായി. പ്രശാന്ത് കൃഷ്ണ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. പ്രശാന്ത്, സഭയിൽ ഉന്നയിച്ചാൽ പോരെ, സഭയിൽ ഞങ്ങൾ ചർച്ച ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വിഷയത്തിലല്ലേ അങ്ങനെ സർക്കാരിന്റെ നിലപാടുണ്ടായിരുന്നു? അതേതായിരുന്നു വിഷയം? പയ്യന്നൂർ വിഷയം തന്നെ. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിഷയം നേരിട്ട് തന്നെ അന്ന് പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. പ്രതിപക്ഷത്തിൽ നിന്ന് സജീവ് ജോസഫാണ് അന്ന് ഈ വിഷയം അവതരിപ്പിച്ചത്. അപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് അറിയാം ഇത് എന്തായാലും നിയമസഭ അത് നോട്ടീസ് പോലും എടുക്കില്ല, നോട്ടീസിന് പോലും അനുമതി നൽകില്ല. നോട്ടീസിന് അനുമതി നൽകിയാലേ അതിനുവേണ്ടി പ്രതിപക്ഷം ഈ നോട്ടീസ് അവതരിപ്പിക്കുന്ന ആൾക്ക് സംസാരിക്കാൻ കഴിയൂ, മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിക്ക് മറുപടി പറയാൻ കഴിയും, പ്രതിപക്ഷ നേതാവിനൊക്കെ സംസാരിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ വരികയാണ്. അന്ന് പയ്യന്നൂർ വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് പ്രതിപക്ഷം അതിന് വളഞ്ഞ വഴി കണ്ടെത്തിയത് എങ്ങനെയാണ്? പയ്യന്നൂർ വിഷയത്തിൽ, അതായത് പയ്യന്നൂരിലെ ഈ പ്രതിഷേധ പ്രകടനം, ഈ കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധം നടത്തിയ CPMന്റെ പ്രതിഷേധ പരിപാടിയിൽ അവിടുത്തെ ഒരു കൗൺസിലർ VK നിഷാദ് പങ്കെടുത്തു. അപ്പോൾ VK നിഷാദിനെ 20 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് എന്തിനാണ്? അവിടെ പോലീസിനെ നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ് വധശ്രമ കേസിലാണ് ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ പരോളിലിറങ്ങി, അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പരോളിലിറങ്ങി തിരിച്ച് ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് CPMന്റെ പരിപാടിയിലും പങ്കെടുത്തതിന് ശേഷം പോയി. അപ്പോൾ ഇന്നിപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്നത് ഈ പരോൾ ചട്ടലംഘനങ്ങൾ നടക്കുന്നു എന്ന വിഷയം അത് അവതരിപ്പിക്കുന്ന ആരാണ്? KK രമയാണ്. KK രമയെ കൊണ്ട് പ്രതിപക്ഷം അത് ഉന്നയിപ്പിക്കാനുള്ള കാരണം തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പലർക്കും വധക്കേസിലെ പ്രതികൾക്ക് അനധികൃതമായി എന്തൊക്കെ ആനുകൂല്യങ്ങൾ ജയിലിനകത്ത് പുറത്തേക്ക് കോടതിയിലേക്ക് കൊണ്ടുപോയി ലഭിച്ചു എന്നൊക്കെ കേരളീയ സമൂഹം കണ്ടതാണ്. അത് കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ചിലരുടെ പരോളിൻ്റെ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങൾ, ഒന്ന് പരോൾ ചട്ടലംഘനം, TP ചന്ദ്രശേഖരൻ്റെ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുടെ പരോൾ വിഷയം, ഇതിനൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഈ നോട്ടീസിന് അനുമതി സ്പീക്കർ കൊടുത്തിരുന്നെങ്കിൽ പയ്യന്നൂർ വിഷയം, രക്തസാക്ഷി ഫണ്ട് വിഷയം ഉറപ്പായും പ്രതിപക്ഷം അതിനകത്ത് ഉന്നയിക്കും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സ്പീക്കർ എൻ ഷംസീർ തടയിടുകയാണ് ചെയ്തത് നോട്ടീസ് എടുത്തപ്പോൾ തന്നെ. അപ്പോൾ പ്രതിപക്ഷത്തിന് നല്ല ഉറപ്പായിരുന്നു. കാരണം അവർ വന്നത് കയ്യിൽ ഇന്നും ചർച്ചയ്ക്ക് തയ്യാറല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡൊക്കെ ആയിട്ടാണ് വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം നോട്ടീസ് എന്തുകൊണ്ട് നൽകിയില്ല? സഭാ നടപടിയാകെ പ്രതിപക്ഷം തടസ്സപ്പെടുകയാണ്. നോട്ടീസ് നൽകിയാൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. ഇത്രയും അധികം അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് അനുവദിച്ച സർക്കാർ വേറെ ഏതാണുള്ളത്? പിന്നെന്താണ് ഈ രക്തസാക്ഷി ഫണ്ടിൽ ചർച്ചയ്ക്ക് ഒരു അമാന്തം? രക്തസാക്ഷി ഫണ്ടിൽ മാത്രമേ, അത് പാർട്ടി പ്രതിരോധത്തിലാകുന്ന വിഷയമാണ്, ഒരുപാട് ചർച്ചയ്ക്ക് അവസരം കിട്ടുന്നതാണ്. മാത്രമല്ല ശബരിമല വിഷയത്തിൽ മാത്രമേ ആ നിലപാട് പറഞ്ഞുള്ളൂ. അത് ശബരിമല വിഷയത്തിൽ ആ നിലപാട് സർക്കാർ ഇപ്പോൾ നോട്ടീസ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരു പക്ഷത്ത് കോൺഗ്രസിനെതിരെ ആക്രമിക്കാൻ ചില വടികൾ കിട്ടി. ഇപ്പോൾ പോറ്റിയും സോണിയാഗാന്ധിയുമായുള്ള ഫോട്ടോ, ഇത്തരം വിഷയങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് അവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ സർക്കാരിന് പറഞ്ഞു നിൽക്കാം. ഈ SITയുടെ അന്വേഷണമാണ്. ഫണ്ട് വിവാദത്തിൽ മറുപടി പറയാനൊന്നുമില്ല. ഇപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രതികരണത്തിൽ കണക്കെല്ലാം ഞങ്ങൾ പാർട്ടിയിൽ നോക്കും എന്നാണല്ലോ പറഞ്ഞു ഒഴിയുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് പണം പിരിച്ചിട്ടും ആ കണക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാത്തൊരു വലിയ പ്രതിസന്ധി കൂടി ഇല്ലേ അവിടെ? ഇത്തരം വിഷയങ്ങൾ നിയമസഭയ്ക്കകത്ത് ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരുപാട് അത് പൊതുസമൂഹത്തിനാകെ തന്നെ ഒരു വലിയ ചർച്ചയ്ക്കുള്ള അവസരം കിട്ടും. മാത്രമല്ല പ്രതിപക്ഷത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള അവസരം കിട്ടും, കുറേ കൂടി അക്കൗണ്ടബിൾ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വേറെ ചർച്ചയ്ക്ക് വേണ്ട, ഇത് പാർട്ടി കാര്യമാണ്, അത് നിയമസഭയ്ക്കകത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ ചർച്ച വേണ്ട എന്നൊരു നിലപാട് തന്നെ. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിയും CPMനെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു നോട്ടീസ് നീക്കത്തെ സ്പീക്കർ തന്നെ തടയിട്ടത്. കാരണം സ്പീക്കർ തൊട്ട് കൈകൊള്ളേണ്ട കാര്യം സ്പീക്കറിന് ഇല്ലല്ലോ. ശരി, പാർട്ടിക്ക് പോലീസുണ്ട്, പാർട്ടിക്ക് കോടതിയുണ്ട്, ഇനി പാർട്ടിക്ക് നിയമസഭയുണ്ടല്ലോ, അവിടെ ചർച്ച ചെയ്യട്ടെ അല്ലേ? പൊതുസഭയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു ലൈനാണ് സ്വീകരിച്ചത്. സ്പീക്കറാണ് അടിയന്തര പ്രമേയ നോട്ടീസ് തടയിട്ടത്. പ്രശാന്ത് കൃഷ്ണയാണ് ആ വിവരങ്ങൾ നൽകിയത്.